നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് രാമായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാമനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥ. ദസറ ത്യോഹാറിലെ ദസറ ഉത്സവം. ദശഹര ഏക് പ്രമുഖ ത്യോഹാർ ഹേ. ദസറ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ്. അശ്വിൻ മാസ് കി ശുക്ല ദശമി തിഥി കോ മനായ ജാത്ത ഹെ. അശ്വിന മാസത്തിലെ ശുക്ല ദശമി തിഥിയിൽ, അതായത് വെളുത്ത പക്ഷത്തിലെ ദശമിയിലാണ് ആഘോഷിക്കുന്നത്. ഇസ് ദിൻ ശ്രീരാമചന്ദ്രജിനെ രാവൺ പർ വിജയ് പായി തീ. ദിവസമാണ് ശ്രീരാമൻ രാവണനെ വധിച്ച് നിഗ്രഹിച്ച് വിജയം നേടിയത്. ഭഗവാൻ രാം കെ വനവാസ് കി ദിനോ മേ രാവൺ ഛൽ സെ സീതാജി കോ ഹർ കർ ലേ ഗയ. ഭഗവാൻ രാമൻ്റെ വനവാസ സമയത്ത് രാവണൻ വഞ്ചനയിലൂടെ സീതാജിയെ പരാജയപ്പെടുത്തി കൊണ്ടുപോയിരുന്നു, അല്ലേ, തട്ടിക്കൊണ്ടുപോയിരുന്നു. राम ने हनुमान और सुग्रीव आदि मित्रों की सहायता से लंका पर हमला किया और रावण को मारकर लंका पर विजय पाई. രാമൻ, ഹനുമാൻ, സുഗ്രീവൻ മുതലായ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ലങ്കയെ ആക്രമിക്കുകയും രാവണനെ കൊന്നിട്ട് ലങ്കയിൽ വിജയം കൊയ്യുകയും ചെയ്തു. രാവണനെ കൊന്ന്, അല്ലേ. അവിടെ ലങ്കയിൽ പിന്നീട് വിഭീഷണനെ രാജാവായി വാഴിച്ചു. തപീസെ ത്യോഹാർ മനായ ജാത്ത ഹെ. ലങ്കയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മറ്റ് മിത്രങ്ങളുടെ സഹായത്തോടു കൂടി വിജയിച്ച് അന്ന് മുതൽ അവർ ആഘോഷിക്കുന്നുണ്ട് ഈ ഉത്സവം. ദശഹര രാംലീല കാ ആഖിരി ദിൻ ഹോത്താ. ദസറ എന്ന് പറയുന്നത് രാമലീലയുടെ അവസാന ദിവസമാണ്. ഭിന്ന ഭിന്ന സ്ഥാനവുമേ അലഗ് അലഗ് പ്രകാർ സെ ഏക് ദിൻ മനായ ജാത്ത ഹെ. വ്യത്യസ്തമായ പല പല സ്ഥലത്തും പല പല പേരിലാണിത്, പല രീതികളിലൊക്കെയാണിത് ആഘോഷിക്കപ്പെടുന്നത്. बड़े बड़े नगरों में रामायण के पात्रों की झांकियाँ निकाली जाती है. दशहरे के दिन रावण, कुंभकर्ण तथा मेघनाद के कागज के पुतले बनाए जाते हैं. വലിയ വലിയ നഗരങ്ങളിലൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, ദസറ ദിവസം രാവണൻ, കുംഭകർണൻ, മേഘനാഥൻ മുതലായവരുടെ പാവയുണ്ടാക്കും. പേപ്പർ കൊണ്ട് പ്രതിമയുണ്ടാക്കും. ഗണേശ ചതുർത്ഥി അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ ഇവിടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയൊരു വിഗ്രഹമൊക്കെ ഉണ്ടാക്കി കുറച്ച് ദിവസങ്ങൾ പൂജിച്ച്, അല്ലെ, ആഘോഷമാക്കി കഴിഞ്ഞതിന് ശേഷം അതിൽ പുഴയിലൊഴിക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നിമജ്ജനം ചെയ്യുന്നത്, അതുപോലെ ഇവരും ഉണ്ടാക്കും, പാവകളൊക്കെ ഉണ്ടാക്കും. सायंकाल के समय राम और रावण के दलों में बनावटी लड़ाई होती है. രാവണൻ തമ്മിലുള്ള യുദ്ധം അതുപോലെ ഉണ്ടാവും സന്ധ്യാസമയത്ത്. राम रावण को मार देते हैं. रामन रावणനെ കൊല്ലും. രാവണ ആദി के पुतले जलाए जाते हैं. എന്നിട്ട് അതിനുശേഷം രാവണൻ മുതലായവരുടെ രാക്ഷസന്മാരുടെ പാവകളൊക്കെ കത്തിച്ചു കളയും. പട്ടാക്കെ ആദി ചോടെ ജാത്തെ ഹെ. പടക്കം വിടും, അല്ലേ, ഇതൊക്കെ. ലോഗ് മിഠായിയാം തഥാ ഖിലൗനെ ലേക്കർ ഘരോ കോ ലൗട്ടെ ഹെ. ജനങ്ങൾ സ്വീറ്റ്സും മധുരം നൽകി പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ വാങ്ങും, അല്ലേ. അങ്ങനെയൊക്കെ വലിയ വലിയ ആഘോഷങ്ങളായിട്ട് ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ അതൊക്കെ കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇസ് ദിൻ കുച്ച് അസഭ്യ ലോഗ് ശരാബ് പീത്തെ ഹെ. വളരെ മോശപ്പെട്ട ആളുകൾ ഈ ദിവസം അതിനെതിരായിട്ട് രാവണനെ പോലെ തന്നെ, അല്ലേ, നല്ല ധർമ്മവും നീതിയൊന്നും തിരിച്ചറിയാത്ത ആളുകൾ അവർ മദ്യം കഴിക്കും. ആ ദിവസം ബഹളം ഉണ്ടാക്കും. ടീക്കന ഹി ഹേ, ഇതൊന്നും ശരിയല്ല. ഏതി ടീക്ക്
ढंग से इस त्यौहार को मनाया जाए तो बहुत लाभ हो सकता है. स्थान स्थान पर ഭാഷണോ കാ പ്രബന്ധ ഹോനാ ചാഹിയേ. നമുക്ക് ഇതൊക്കെ കൃത്യമായിട്ട് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ സ്ഥലത്ത് നമ്മൾ എങ്ങനെയൊക്കെ സംസാരിക്കണം, എങ്ങനെയൊക്കെ പെരുമാറണം, അത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മളിൽ തനിയെ രൂപീകൃതമായി വരും. ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ നമ്മൾ ഓർത്തോർത്ത് നടക്കുമ്പോൾ, അതിനൊക്കെ അംഗീകരിച്ച് നടക്കുമ്പോൾ, ബഹുമാനിച്ച് ഒക്കെ പാലിച്ച് നടക്കുമ്പോഴേക്കും നമ്മുടെ സ്വഭാവ രൂപീകരണം തന്നെ നന്നായി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമസ്കാരം.